Good morning, friends. It's me, Simon, YouTube channel. Simon Varghese Facebook, Simon Varghese Instagram. നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലേ ഓരോന്നോരും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ ആളുകൾ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അവർക്കൂടെ വേണ്ടിയാണ് ഇറ്റ്സ് മീ സൈമൺ എന്നൊക്കെ എപ്പോഴും പറയുന്നത്. അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലുകളിൽ പോവുക. ബിസിനസ്സുകാരനാണെങ്കിലും ഒരു പേരൻ്റ് ആണെങ്കിലും ഒരു കമ്മിറ്റഡ് പേരൻ്റ് ആണെങ്കിലും കമ്മിറ്റഡ് സ്റ്റുഡൻ്റ് ആണെങ്കിലും കമ്മിറ്റഡ് എൻ്റർപ്രനേഴ്സ് ആണെങ്കിലും അവർക്കൊക്കെ വേണ്ട വീഡിയോസ് നമ്മുടെ ഈ ചാനലിലുണ്ട്. 230 ചാനൽ ഇപ്പോൾ വീഡിയോ നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കാവുന്നതാണ്. ഇതെന്ന് പറയാം, ഇതൊരു പോസിറ്റീവ് ചാനലാണ്. ഇഫ് യു ആർ സ്പെയറിങ് സം ടൈം ആൻഡ് എ ഡീപ്പ് പേഷ്യൻറ്റ് ഹിയറിംഗ്, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗിവ് സം നോളജ് ആൻഡ് പവർ. അണ്ടർസ്റ്റാൻഡ്? ഇതൊരു ഈസി ഗോയിങ് പരിപാടിയല്ല. അറൗണ്ട് 10 to 15 മിനിറ്റ്സ് നമ്മുടെ വീഡിയോ പോകുന്നുണ്ട്. കാരണം ഇത് 1 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളാണ് ഷോർട്ട് ചെയ്തിടുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, ഇഫ് യു ഹാവ് ഇനഫ് ടൈം, ഇഫ് യു ഹാവ് പേഷ്യൻസ്, ഇഫ് യു ഹാവ് എ ലിസണിങ് കേപ്പബിലിറ്റി, യു ക്യാൻ വാച്ച് മൈ വീഡിയോ. ഓൺലി സച്ച് പീപ്പിൾ ക്യാൻ ഫോളോ മീ. Definitely, only such people can. So, I wish you a good morning to you all. Have a fantastic positive day. ഓക്കെ, ഇന്ന് 3 വിഷയമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. 3 ഷോക്കിംഗ് ന്യൂസസാണ്. ഒന്ന്, 3 കുട്ടികൾ അവരെ ഗെയിം കളിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് ഫ്ലാറ്റിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത സംഭവം. ഇന്ത്യയിലാണ്, കേരളത്തിലല്ല. അത് നിഷ്പ്രയാസം പരിഹരിക്കാവുന്നൊരു കാര്യമാണ്. മാതാപിതാക്കളുടെ രീതി, അപ്രോച്ച് തെറ്റിപ്പോയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കേരളത്തിൽ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരാളുണ്ട്. അത് നമ്മുടെ പ്രതിപക്ഷ നേതാവാണ്. വാസ്തവം പറഞ്ഞാൽ ഇല്ലാത്ത കച്ചിത്തുമ്പെ തൂങ്ങിക്കിടന്ന പുള്ളി നടത്തി. അഴിമതിയില്ലാത്ത മന്ത്രിമാർ, അഴിമതിയില്ലാത്ത മുഖ്യമന്ത്രി, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. കാരണം ഈ ടെക്നോളജി ഇത്രയും വളർന്ന ഈ കാലഘട്ടത്തിൽ we can easily trace out if any such activities are happening. നമുക്കറിയാം, എല്ലാ രീതിയിലും പിടിക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും നടക്കുന്നില്ല. എന്നിട്ടും അദ്ദേഹം ഈ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്തുമാത്രം ഉണ്ടയില്ല വെടി പൊട്ടിച്ചു, എന്തുമാത്രം ബോംബിട്ടു, ഒന്നും വേശിയില്ല. ഇപ്പോൾ ഒരു പുതിയ പരിപാടിയായിട്ട് ഇറങ്ങി. നമ്മുടെ അസംബ്ലി സമരം കുറച്ച് ദിവസമായിട്ട്. എന്ത് കാര്യത്തിനാണ്? SIT പിടിപ്പ് കിട്ടു, SITയുടെ ലക്ഷ്യം മാറി. ഇന്നലെ ഹൈക്കോടതി തന്നെ വിധിച്ചു, SIക്ക് ലക്ഷ്യം തെറ്റിയിട്ടില്ല, SIT നേർവഴിക്കാൻ പോകുന്നത്. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ദേഷ്യപ്പെട്ട് അതിന് മുമ്പ് പറഞ്ഞു, ഏതോ ചീഫ് ജസ്റ്റിസ് എന്തോ അറിവില്ലായ്കയുണ്ടോ എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം രക്ഷിക്കാൻ നോക്കിയായിരുന്നു. അതിനപ്പം സൂപ്പറായിട്ട് ഇത് വിധി എന്ന് പറയാൻ പറ്റും, നോട്ട് തന്നെ വന്നു കഴിഞ്ഞു. അപ്പം എനിക്ക് അദ്ദേഹത്തോട് സങ്കടമുണ്ട്. നമ്മുടെ പ്രതിപക്ഷ ആളും എടുക്കാനാണ്, നന്നായിട്ട് കഷ്ടപ്പെടുന്നുമുണ്ട്. പക്ഷേ ഇതാണ് കുഴപ്പം, നമ്മൾ ഓരോരുത്തരും വ്യക്തിജീവിതം ക്രമപ്പെടുത്തിയാൽ ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. ആര് എന്തെല്ലാം വാരി എറിഞ്ഞാലും അത് നമ്മളെ ഏശാതെ പോവും. അതാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടത്. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ടുന്ന മാറ്റമാണ്, അവശ്യം വരുത്തേണ്ട മാറ്റമാണ്. ഇത് 3 കാര്യത്തെ ആസ്പദമാക്കിയാണ് വളരെ ചുരുക്കി പറയാം. ഒന്നാമത്തെ കാര്യം, 3 കുട്ടികൾ സൂയിസൈഡ് ചെയ്തതാണ്. അവരെഴുതി വെച്ചു പോലും, ഞങ്ങൾക്ക് ഗെയിം കളിക്കാതെ പറ്റില്ല. അപ്പോൾ ആ ഗെയിമുള്ള ലോകത്തേക്ക് അവർ 3 പേരും 10-16 നിലയിൽ നിന്ന് ഫ്ലാറ്റിൽ നിന്ന് അവർ ഒരുമിച്ച് ചാടി ആത്മഹത്യ ചെയ്തല്ലേ. കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതാ ഈ പഠിക്കുകയും വായിക്കുകയും ചെയ്യുന്നവർ പലപ്പോഴും ഞെട്ടുന്നതിൻ്റെ കാര്യം ഇതാണ്. വാസ്തവം പറഞ്ഞാലേ നമ്മുടെ കേരളത്തിലും ഇത്തരം ചില സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. എനിക്കറിയാം, ഞാൻ IMG ട്രെയിനറായിട്ട് പോകുന്നൊരു കാലം ഉണ്ടായിരുന്നു, കുറച്ച് കാലം. അവർ വിളിക്കുമ്പോൾ പോകുന്നതല്ല, സ്ഥിരമായിട്ടല്ല. അങ്ങനെ പോകുമ്പം ഒരു ദിവസം വായിച്ചൊരു വാർത്തയാണ്, ഒരു പെൺകുട്ടി അമ്മയും മോളും കൂടെ വീട്ടിൽ നിന്ന് സിനിമ കാണുക, ഹിന്ദി സിനിമ. 8:30 ആയപ്പോൾ അമ്മ പറഞ്ഞു, നീ മോളിൽ പോയി പഠിക്കുക, നിൻ്റെ പരീക്ഷ എടുത്ത് വരികയല്ലേ. അപ്പോൾ അവൾ കെഞ്ചി പറഞ്ഞു, ഈ ഇത് കഴിഞ്ഞിട്ട് പോവാം. ഇല്ലോ,
അവസാനം അവൾ ഇഷ്ടപ്പെടാതെ ചാടിത്തുള്ളി കയറിപ്പോയി. അമ്മ സിനിമയെല്ലാം കഴിഞ്ഞ് കൊച്ചിനിച്ചിരി ആപ്പിൾ ജ്യൂസും ഒക്കെ ആയിട്ട് ചെല്ലുക. എന്നപ്പോൾ ആണ്ടേ ആ കുട്ടി ആപ്പിൾ ജ്യൂസ് വേണ്ടാത്ത ലോകത്തേക്ക് പോയി കഴിഞ്ഞു. പിടിപ്പുകേടല്ലേ? ഒരു കാര്യം ഞാൻ പറയാം, പേരൻസിനോട് ഞാൻ പറയാം, ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ചില അതോറിറ്റീസൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, പക്ഷേ അഡിക്ഷനായ ഒരു കുട്ടിയുടെ നേരെ അതെടുത്ത് പ്രയോഗിക്കരുത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഒരു കൗൺസിലിംഗ് സെൻറ്ററിൽ കൊണ്ടുപോകണം. കൗൺസിലേഴ്സ് ഇപ്പം നിങ്ങൾക്ക് പരിഷ്കൃത രാജ്യത്തെല്ലാം കൗൺസിലിംഗ് സെൻറ്റർ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഇപ്പോഴും ചില വിവരദോഷികൾ അവൻ്റെ കൊച്ചിന് വട്ടാന്ന് പറയും, വിവരമില്ലാത്തവരാണ് പറയുന്നത്. പക്ഷേ നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കാണേണ്ട കൗൺസിലിംഗ് സെൻറ്റർ സിസ്റ്റേഴ്സ് നടത്തുന്ന കാരണം കോട്ടയത്ത് BCM കോളേജിൻ്റെ പുറകിൽ സിസ്റ്റേഴ്സ് നടത്തുന്ന നല്ലൊരു കൗൺസിലിംഗ് സെൻ്ററുണ്ട്. എനിക്ക് വേണ്ടപ്പെട്ടൊരു കുട്ടി ഞാൻ അവിടെ കൊണ്ടുപോയിട്ടുള്ളതാണ്. മിടുക്കിയ ഒരാളല്ല, കുറേ സിസ്റ്റേഴ്സ് ഉണ്ട് അവിടെ. അതുപോലെ മൗണ്ട് കാർമലി സൈക്കോളജിസ്റ്റുകൾ ധാരാളമുണ്ട്. അവിടെ മദറിനെ അപ്രോച്ച് ചെയ്താൽ സഹായം തരും. അതായത് അഡിക്ഷനാകുന്നൊരു കുട്ടിയെ പിണങ്ങിയത് കൊണ്ടോ അടിച്ചത് കൊണ്ടോ പട്ടിണി കിട്ടത് കൊണ്ടോ പൂട്ടിയിട്ടുകൊണ്ടോ അവന് വാശി കൂടുകയല്ലാതെ അല്ലെ അവൾക്ക് വാശി കൂടുന്നതിനെ കുറയത്തില്ല. മറിച്ച് കൗൺസിൽ ചെയ്ത് അവിടെ മനോമുഖരത്തിൽ ചില മുകുളങ്ങൾ അവർ നടും, ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവിടെ അടമൻ സ്റ്റാൻഡ് എടുത്തിരിക്കുക, ഇതാണ് ശരി, ഇത് ഞാൻ വിടത്തില്ലെന്ന് പറയുന്ന കുട്ടിക്ക് അവർ വളരെ സംസാരിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് ചില പില്ലേഴ്സ്, ചെറിയ ചെറിയ പില്ലേഴ്സ് ഇടും. അപ്പോൾ ആ കുട്ടി ചിന്തിക്കുമ്പം ഞാൻ ചിന്തിക്കുന്ന ശരി, പക്ഷേ എന്നാലും ആ കൗൺസിലർ ഇങ്ങനെ പറഞ്ഞല്ലോ, അല്ല ഞാൻ വിചാരിച്ചാണ് ശരി, ഗുഡ് മോർണിംഗ്, ഞാൻ വിചാരിച്ചത് ശരിയാണ്, ഇതിനകത്ത് അപ്പോൾ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക. അടുത്ത സിറ്റിങ്ങിൽ ആ കൺഫ്യൂഷൻ അവർ ഇച്ചിരി ഡെവലപ്പ് ചെയ്യും. 5-6 സിറ്റിങ് കഴിയുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവും ഞാൻ ചെയ്യുന്ന കാര്യം അത്ര മോശമൊന്നും അല്ലെങ്കിൽ പോലും അതെൻ്റെ ജീവിതത്തെ തകർക്കാൻ സാധ്യതയുണ്ട്. ഐ മസ്റ്റ് കൺട്രോൾ മൈസെൽഫ് എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി തന്നെ ഗുഡ് മോർണിംഗ് ഈ കുട്ടി തന്നെ സ്വയം അത് തിരുത്താൻ, അല്ലാതെ മുറിയിൽ പൂട്ടിയിടുക, ബെൽറ്റിനടിക്കുക, അതൊന്നും ഒരു ചികിത്സയല്ല. അതൊക്കെ ആ കുട്ടിയെ വല്ല കടുങ്ങുകയും ചെയ്യാൻ പ്രേരിപ്പിക്കും. അതാണല്ലോ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള 3 കുട്ടികൾ. ഇന്നലെ ചെയ്ത കാര്യമല്ല, പഴയ കഥയൊന്നുമല്ലേ പറഞ്ഞു. ഇന്നത്തെ പത്രത്തിൽ വരാൻ സാധ്യതയുണ്ട്, ചിലപ്പം പത്രത്തിൽ നിന്ന് വരും. നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ നമ്മൾ ഗ്യാബ് ചെയ്തെടുക്കുന്ന പാർട്ട് ഓഫ് ദി റിസർച്ച് പ്രോസസ്സ്. യു മസ്റ്റ് സീ, ഒരു കുട്ടിയെ ഡീൽ ചെയ്യുമ്പം അവൻ്റെ ഇൻഡിവിജ്വലാണ്, അവൻ്റേതായ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാം ശരി, അതൊക്കെ മാനിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അവനെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, ഹർട്ട് ചെയ്യാൻ പാടില്ല. പക്ഷേ ഒരു പേരൻ്റ് എന്നുള്ള നിലയിൽ ആദ്യഘട്ടത്തിൽ നമുക്ക് വാശി പിടിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എൻ്റെ കൊച്ചുമക്കൾക്ക് മൊബൈൽ ഫോൺ എൻ്റെ ഇരിക്കുന്ന കാണുന്നതല്ലാതെ അവരുടെ പപ്പയുടെയും മമ്മയുടെയും ഇരിക്കുന്ന കാണുന്നതല്ല, അതുപോലെ കോള് വന്നാൽ കൊടുക്കുന്നതല്ല, അവരാരും തൊടാറ് പോലുമില്ല. 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കൊച്ചുമോൾ, 1st സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മോന് ഈ മൊബൈൽ ഫോണിൽ തൊടിക്കാറ് പോലുമില്ല. തൊടിക്കാന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഇതൊരു ഉപകരണമാണ്, ഇത് വിളിക്കാനുള്ളതാണ്, ഇതിലൊത്തിരി ഡിവൈസസ് ഉണ്ട്, ഇത് കമ്പ്യൂട്ടറിനും ലാപ്ടോപ്പിനും പകരം ഉപയോഗിക്കുന്നതാണെന്നൊക്കെ അവർക്കറിയാം. പക്ഷേ അതിൽ ഗെയിം കളിക്കാനോ അതിൽ ശ്രദ്ധയൂന്നി മറ്റു കാര്യങ്ങൾ ഏർപ്പെടാനോ ഒന്നും അനുവാദമില്ല. പക്ഷേ ഫോൺ എന്താണെന്ന് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയൊക്കെ മതി. അല്ല ഇത് കാണിച്ചിട്ട് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ചില പേരൻസ് കല്യാണം നമുക്കങ്ങ് നാണക്കേട് തോന്നുക. ഇവരെല്ലാം ഭക്ഷണം കഴിക്കുമ്പം കൊച്ചിങ്ങനെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുക, പെപ്പാപ്പിക്ക് എന്തോ ഇനി അമ്മ ഇടയ്ക്കിടയ്ക്ക് ഒരു പെപ്പാപ്പിക്കിന് തടസ്സം വരാതിരിക്കാൻ തുറക്കും ഇടും. എന്ത് ഭക്ഷണമാണെന്നോ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നോ ആ കുട്ടി അറിയുന്നില്ല. എന്തൊരു കഷ്ടമാണ്. പിന്നെ നമ്മുടെ ബോഡി നമ്മുടെ മെറ്റബോളിസത്തിൽ നമ്മുടെ വയറ് ഹാഫാകുമ്പോൾ നമുക്കൊരു അലേർട്ട് വരും, പകുതിയാകുമ്പോൾ ഒരു അലേർട്ട് വരും. പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല, ബോഡി ഇങ്ങനെ തടസ്സങ്ങളുണ്ട്. വെള്ളം കുടിക്കും, വേർക്കും. ഒരു 3/4 വയറ് കഴിയുമ്പം സ്വാഭാവികം ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അത് ഫുള്ളായിട്ടുള്ള മെസ്സേജ് കിട്ടും ബോഡിക്ക്. പക്ഷെ ഇങ്ങനെ കൊടുക്കുന്ന കുട്ടികൾക്ക് ആ മെസ്സേജ് കിട്ടത്തില്ല. അവൻ തുറക്കും, എന്തോ അമ്മ തള്ളിക്കയറ്റും, പിന്നെയും തുറക്കും, അമ്മ എന്തോ കുടിപ്പിക്കും. എൻ്റെ വയറ് നിറഞ്ഞോ ഇല്ലയൊന്നും. അമ്മയുടെ ആഗ്രഹം ഒരു ചട്ടിയിലുള്ള അല്ലെങ്കിൽ ഒരു പാത്രം മുഴുവൻ കുഞ്ഞ് കഴിക്കണമെന്ന്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണ് 8-10 വയസ്സാകുമ്പം 10-30 കിലോ ആയിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്.
അന്വേഷിച്ചോ, ആ കുഞ്ഞ് ഒരു കുരുട്ടും ചെയ്തിട്ടില്ല. ആ കുഞ്ഞൊരു ഭക്ഷണം കൈകൊണ്ടെടുത്ത് കഴിച്ചിട്ടില്ല. അത് അതിനെ കഴിപ്പിച്ച മുഴുവൻ ഈ അമ്മയെ അമ്മയ്ക്ക് പറ്റിയാലേ അപ്പനും കൂടെ കൂടും. അതുകൊണ്ട് ഒരു അളവില്ലാതെ ഭക്ഷണവും കൊടുക്കും. ചെയ്യരുത്. പക്ഷേ അഡിക്ഷനായ കുട്ടിയാണ്, നിങ്ങളത് ഇനി കൊടുക്കുകയല്ലെന്ന് പറയരുത്. യു മസ്റ്റ് അപ്രോച്ച് എ കൗൺസിൽ ചെയ്ത് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി 1-2 സിറ്റിങ് കഴിയുമ്പോൾ അവന് മനസ്സിലാവും ഇത് പൂർണ്ണമായും ശരിയല്ല. നമുക്ക് അപ്പോൾ അവനെക്കൊണ്ട് തന്നെ ഒരു ഡിസിഷൻ എടുപ്പിക്കും. നമുക്ക് TV ഇത്രയും കാണണ്ട, അല്ലെ മൊബൈൽ ഇത്രയും കാണണ്ട. അപ്പോൾ ഏത് കേസിൽ അഡിക്ഷൻ ഏതാണേലും, ഡ്രഗ് അഡിക്റ്റ് ആണെങ്കിലും പുകവലിക്ക് അഡിക്ഷൻ ആണെങ്കിലും അപ്പന്മാർ തല്ലും പുകവലിച്ചതിന്. അഡിക്ഷനായിട്ടില്ലെങ്കിൽ അവൻ നിർത്തും, അഡിക്ഷനായി നിർത്തുകയില്ല. അങ്ങനെയുള്ള കേസിൽ കൗൺസിലേഴ്സിനെ സമീപിക്കണം. പിന്നെ ഒത്തിരി ഭക്ഷണം കഴിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവനെയും കൗൺസിലറെ കാണിക്കണം. എന്തോ ഒരു ന്യൂനതയുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ മെറ്റബോളിക്സ് എന്തോ വ്യത്യാസം വന്നു, അതിങ്ങനെ കഴിക്കുന്നത് അല്ലെ കഴിക്കത്തില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇപ്പം നാട് മുമ്പോട്ട് നമുക്കൊന്നും സമയമില്ല. നിങ്ങൾ ആലോചിച്ച്, നേരം വെളുത്ത് എഴുന്നേറ്റു, പ്രഭാത കർമ്മം കഴിഞ്ഞു, നടക്കാൻ പോയി, എക്സസൈസ് ചെയ്തു, വന്നു, കോഫി ടീയോ കഴിച്ചു, കുഞ്ഞിനെ സ്കൂളിൽ വിട്ടു, ഓഫീസിൽ പോയി, തിരിച്ചു വന്നു, ട്രാഫിക്ക് കുരുങ്ങി വീട്ടിൽ വന്നു. ഇതെല്ലാം ഭയങ്കര ചടുലതയിലാണ് നടക്കുന്നത്. ഒരു ദിവസം പെട്ടെന്നാണ് പോകുന്നത് അല്ലേ. അപ്പം ഈ സ്പീഡിനനുസരിച്ച് നമുക്ക് ജീവിക്കണമെങ്കിൽ സൈക്കോളജിസ്റ്റിൻ്റെയോ കൗൺസിലറെയൊക്കെ ആവശ്യമുണ്ട്. ടെൻഷൻ അത് നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് പോലും എടുക്കാം. ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ ദേഷ്യപ്പെടുന്നു, ഓഫീസിൽ ദേഷ്യപ്പെടുന്നു, നമുക്കൊരു കൺസൾട്ട് നമുക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് നേരെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വിളിച്ചാൽ അവിടെ സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഫ്രീ ആണ്. അവർ നമുക്ക് വേണ്ട ഉപദേശമൊക്കെ തരും. 2 പ്രാവശ്യം സംഭവങ്ങളൊക്കെ ആവും. അല്ലെങ്കിൽ പ്രൈവറ്റ് ഉണ്ട്, അല്ലെ സിസ്റ്റേഴ്സ് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്, അല്ലെ മൗണ്ട് കാർമൽ കോളേജിൽ ധാരാളം സൈക്കോളജി ഉള്ളൊരു മൗണ്ട് കാർമൽ സ്കൂൾ ആൻഡ് കോളേജ്. അവിടെ ചെന്ന് മദറിനെ കണ്ട് പറഞ്ഞാൽ അവർ വേണ്ട അറേഞ്ച്മെൻറ്റ് ചെയ്യും, പൈസയൊന്നും കൊടുക്കണ്ട. പിന്നെ ഇച്ചിരി കൊണ്ട് നമ്മുടെ MA സൈക്കോളജി, MA അല്ല, കൗൺസിലിങ്ങിൽ PhD എടുത്തൊരു അച്ഛനുണ്ട് കോട്ടയത്ത്, ജോസവാസ്. അത് വിജയപുരം രൂപതയിലെ ചാൻസലറാണ്. ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് നടത്തും. സെൻറ്റ് ആൻസി പുള്ളി ഫുള്ളായിട്ടുണ്ട്. അല്ലെങ്കിലും വിളിച്ചിട്ട് ചെന്നാൽ എവിടെ അത് എടുത്തു തരും, ഫ്രീയാണ്, പൈസയൊന്നും കൊടുക്കണ്ട. അത് അമേരിക്കയിൽ നിന്നാണ് ഈ ഇതെടുത്തിരിക്കുന്നത്, ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത് കൗൺസിലിങ്ങിൽ. സൈക്കാട്രിയും പാസ്സായ ആളാണ്, വളരെ മിടുക്കണം. അതുപോലെ അവിടുത്തെ ഫാദർ സെബാസ്റ്റ്യൻ പോത്തുങ്കലച്ചൻ, അദ്ദേഹം ഫ്രാൻസിൽ നിന്ന് ബൈബിളിൽ PhD എടുത്തിട്ടുണ്ട്. അതുപോലെ സൈക്കോളജിയും കൗൺസിലിങ്ങൊക്കെ കഴിഞ്ഞ ആളാണ്. അദ്ദേഹം ഫ്രീ ആയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കും. ജാതിയും മതമൊന്നും അവിടെ പ്രശ്നമല്ല. നിങ്ങളൊരു മുസൽമാനാകട്ടെ, നിങ്ങളൊരു ഹിന്ദു ആകട്ടെ, നിങ്ങളൊരു ക്രിസ്ത്യാനി ആകട്ടെ, അതൊന്നും അവിടെ പ്രശ്നമല്ല. നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് കീപ്പപ്പ് ചെയ്യാൻ നമുക്ക് ആരെയും സമീപിക്കാം, അതൊരു പ്രശ്നമില്ല. പറയാം, ഞാൻ ഇന്ന ആളാണ്, ഞാൻ വന്നത് എൻ്റെ ഉദ്ദേശം ഇന്നതാണ്, വുഡ് യു പ്ലീസ് ക്യാൻ ഹെൽപ്പ് മീ എന്ന് ചോദിച്ചാൽ അവർ പറയും, ഓഫ് കോഴ്സ് യു കം ആൻഡ് സിറ്റ് വിത്ത് മീ മാൻ. വീട്ടുകാരിയൊക്കെ ചോദിക്കല്ല ചോദിച്ചാൽ ഇതൊരു എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിനൊരു ബോറവുമായൊരു ക്ലിപ്പിടല. ഓക്കെ, ഒന്ന്. രണ്ടാമത്തെ വിഷയം നമ്മുടെ പ്രതിപക്ഷ നേതാവിനെ പറ്റിയാണ്. അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം പട്ട പാടിന് കൈയും കണക്കുമില്ല. എവിടുന്നെങ്കിലും ഒരു നുറുങ്ങ് വെളിച്ചം കിട്ടും, ആരെങ്കിലും കൊണ്ട് കൊടുക്കുന്ന ഇങ്ങനെ ഉടനെ പ്രസ് കോൺഫറൻസ് വിളിച്ചു പറയും. 2 ദിവസം പുള്ളി ചീരിപ്പാഞ്ഞ് നടക്കും, കടിച്ചു പൊട്ടിക്കും. 5-ാം ദിവസം ആ വിഷയം വിട്ടു, അടുത്ത വിഷയത്തിലേക്ക് പോവുക. റിസൾട്ടില്ല ഒന്നിനും. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നില്ല, അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്, മിടുക്കനാണ്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണം വിഭവം കിട്ടുന്നില്ല. എന്നുവെച്ചാൽ മന്ത്രിമാരെല്ലാം നല്ല ചുണയോടെ നിൽക്കുന്നവരാണ്. അവർക്ക് ഇതിട്ടിട്ടുണ്ട്, തന്നെ കടിഞ്ഞാണിട്ടിട്ടുണ്ട്. എനിക്കറിയാം, ഒരു മന്ത്രി വളരെ വളഞ്ഞാടി ശീലമുള്ളൊരു മന്ത്രിയൊക്കെ കൂടെയുണ്ട്. പക്ഷേ ആ ആളാണ് ഏറ്റവും കൂടുതൽ പേരെടുക്കുന്നതിന്. കടിഞ്ഞാണുമായിട്ട് ചാട്ടോറായിട്ട് ആൾ കൂടെ ഉള്ളത് കൊണ്ടാണ്. കാരണം അതുകൊണ്ട് തന്നെ ഒരു ചീത്തപ്പേര് വരുന്നില്ല. വരാതെ എങ്ങനെയാണ് പ്രതിപക്ഷവാസത്തിൽ കഷ്ടപ്പെടുക, എന്ത് ചെയ്യും? പക്ഷേ കുഴപ്പമില്ല, നിങ്ങൾക്കിനി ചെയ്യാവുന്നത് നല്ലൊരു പദ്ധതി തയ്യാറാക്കുക. മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യും. തീർച്ചയായിട്ടും ഈ ഇടതുപക്ഷ ഗവൺമെൻറ്റിനേക്കാൾ കൂടുതൽ നമ്മുടെ EDയും ഇൻകം ടാക്സും ഒക്കെ ബുദ്ധിമുട്ടിക്കും. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഓവർകം ചെയ്യത്തക്ക രീതിയിൽ പ്രോജക്റ്റ് തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പിൽ വന്നാൽ ഒരുപക്ഷെ ഈ ഓട്ടത്തിന് ഒരു അനുകൂലമായ നിലപാട് ജനങ്ങൾ സ്വീകരിച്ചേക്കാം. പക്ഷെ എനിക്ക് വളരെ
സങ്കടം തോന്നുന്നൊരു കാര്യം, ആരും ഒരവസരം പുള്ളി കൊടുക്കുന്നില്ലെന്നല്ല. ഓക്കെ, അതുപോട്ടെ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അടിയന്തരമായി മാറ്റം വരുത്തേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ സൂപ്പറാണ്, ശരിയാണ്. പക്ഷേ കാലം മാറി. പഴയ അംബാസഡറായിട്ടിരുന്നാൽ പറ്റത്തില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ തന്നെ LKG പഠിപ്പിക്കാൻ തുടങ്ങണം. മാത്രമല്ല, ധാരാളം ഇൻവെൻഷൻസും കണ്ടുപിടുത്തങ്ങൾ ലോകം മുഴുവൻ നടന്നു. അതിനെ സംബന്ധിക്കുന്ന ഒരു പോർഷൻ, ഇൻവെൻഷൻസ് ആൻഡ് സ്റ്റഡീസ് എന്നും പറഞ്ഞ് എല്ലാ വർഷവും അത് പുതുക്കണം. ഒരു പേപ്പർ, ഒരു ബുക്ക് പിള്ളേർക്ക് കൊടുത്താൽ നന്നായിരിക്കും. അത് LKG തൊട്ട് നിങ്ങൾ കയറി പോരട്ടെ. അവരെ ദഹിക്കാവുന്ന രീതിയിലുള്ള അറിവുകൾ കൊടുക്കുക, ഒരു സ്പെഷ്യൽ. അപ്പോൾ അതവൻ പഠിച്ചു വരുമ്പം, ഇപ്പം അവന് സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് ഒരാൾ കാര്യം ചോദിച്ചാൽ അവനറിയാം, ഓ യെസ് അതാണോ എന്ന് ഈസിയായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുന്ന തരത്തിൽ അവനെ നമുക്ക് വളർത്തിയെടുക്കണം. അല്ല, അറിയത്തില്ല, ഐ ഡോണ്ട് നോ, ഓ നോ, അപ്പോൾ നമ്മൾ മൂന്നാം ലോക രാജ്യമായി പോകും. മറിച്ച് യെസ് ഓ ഐ ആം റിമെമ്പറിങ് ദാറ്റ്, ഓ യാ വിൽ യു പ്ലീസ് വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു മാൻ. അപ്പോഴവന് മനസ്സിലമ്പടാ, ഇവനിതൊക്കെ അറിയാം. ഏതാ പിടികിട്ടിയോ? അതായത് വി മസ്റ്റ് അപ്ഡേറ്റ് അവർ വാട്ട്സ് നോളജ്, പവർ ആൻഡ് തിങ്കിങ് ആൻഡ് എവറിത്തിങ്. വളർന്നു വരുമ്പോൾ അവൻ മനസ്സിലാക്കണം, ഞാനൊരു സമൂഹത്തിലെ ഒരു വിലപ്പെട്ട ആളാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ വിലപ്പെട്ട ഖനിയാണ് ഞാൻ. ഖനിയല്ല, കനിയാണ് ഞാൻ. എനിക്ക് ഐ എം എ എന്നാ പറയുക, വാല്യുബിൾ പേഴ്സൺ ഫോർ ദി നേഷൻ എന്ന ബോധ്യം എന്നെ വളർത്തിക്കൊണ്ട് വരണം. അപ്പോൾ നമ്മുടെ കരിക്കുലം വളരെ ശ്രദ്ധിക്കണം. അതുകൂടെ ചെയ്താൽ സൂപ്പറാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. Be a good gentleman for the nation. Okay, thank you.